ഹായ് ഹലോ ഫ്രണ്ട്സ്. പത്രമാറ്റ സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ജാനകിയാണെങ്കിലും സത്യങ്ങളെല്ലാം മനസ്സിലാക്കിയതിനു ശേഷം നയനോടാണെങ്കിലും വന്ന് മാപ്പൊക്കെ പറയുന്നുണ്ട്. നന്ദു അവോയ്ഡ് ചെയ്യുന്നതിൻ്റെ സങ്കടം വിഷമിക്കാനാവാതെ തന്നെ നമ്മുടെ അനിയാണെങ്കിലും കാണാതാവുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിനുശേഷമാണ് അനാമികയുടെ യഥാർത്ഥ മുഖവും അവളുടെയും അവളുടെ വീട്ടുകാരുടെ മനസ്സിലുള്ള ഉദ്ദേശങ്ങളും ഒക്കെ നമ്മുടെ ജാനകിയാണെങ്കിലും മനസ്സിലാക്കുന്നത്. അപ്പോൾ ഒന്ന് പ്രതികരിക്കാൻ പോലും പറ്റാത്ത ജാനകിയാണെങ്കിലും അവസാനം നയനയുടെ അടുത്ത് വന്നിട്ട് കൈകൂപ്പി മാപ്പ് പറയുകയൊക്കെയാണ്. ഈ ഇളയമോട് നീ ക്ഷമിക്കണം മോളെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കരയുകയാണ്. ആ ഒരു വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, അതുപോലെ തന്നെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നന്ദുവിനെയാണെങ്കിലും ഒരു വിധത്തിലും ജോലി ചെയ്യാൻ അനുവദിക്കാതിരിക്കുകയാണ് അനി. സ്റ്റേഷനിലേക്ക് വരുമ്പോഴും പോകുമ്പോഴും സ്റ്റേഷനിൽ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴൊക്കെ ആണെങ്കിലും അനി വല്ലാണ്ടങ്ങ് നന്ദുവിനെ ശല്യം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നന്ദു ആണെങ്കിലും അനിയോട് ദേഷ്യപ്പെടുകയാണ്. എന്നെ കാണാനായിട്ട് ഇനി മേലെ നീ ഇങ്ങോട്ടേക്ക് വന്നു പോകരുത്, ദയവ് ചെയ്ത് എന്നെ ഉപദ്രവിക്കരുത്, ഞാൻ എൻ്റെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇങ്ങനെ എന്നെ ബുദ്ധിമുട്ടിപ്പിക്കാനായിട്ട് നീ ഇറങ്ങി തിരിക്കില്ല അനി. അനിയോട് ബാക്കി എല്ലാ പോലീസുകാരുടെ മുമ്പിൽ വെച്ച് വളരെ മോശമായിട്ട് തന്നെ സംസാരിക്കുകയാണ് നന്ദു. കേൾക്കുമ്പോഴേക്കും എനിക്ക് വല്ലാതെ ഫീൽ ആവുന്നുണ്ട്. നന്ദുവിൻ്റെ ഈ ഒരു പെരുമാറ്റം അനിയെ വല്ലാണ്ട് ഹേർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അനിയാണെങ്കിലും ബ്രാഞ്ചിലൊന്നും പോകുന്നുമില്ല. ഇവർ ആരൊക്കെ വിളിച്ചിട്ടും ഫോൺ എടുക്കുന്നുമില്ല കേട്ടോ. ആദർശും നയനയും ഒരുപാട് പ്രാവശ്യം അനിയെ വിളിക്കുന്നുണ്ട്. എന്താന്ന് വെച്ചാൽ അനി എവിടാണെന്ന് അറിയണമല്ലോ. ഓഫീസിലെ കാര്യങ്ങളൊന്നും അനി ശരിക്കും നോക്കുന്നുമില്ല. ആദർശ് നയനോട് പറയുന്നുണ്ട്, അനി ഇപ്പോൾ ഓഫീസിലെ കാര്യങ്ങളൊന്നും ശരിക്കും നോക്കുന്നില്ല. ഇനി ഞാൻ അവനെ ഏൽപ്പിച്ചിരിക്കുന്ന ആ ചുമതലകളിൽ നിന്നൊക്കെ അവനെങ്ങ് മാറ്റാൻ പോവുകയാണ്. കാരണം അവനൊരു ശ്രദ്ധയുമില്ല. ഇപ്പം തന്നെ കണ്ടില്ലേ, എത്ര തവണ ഞാൻ വിളിച്ചു, അവൻ ഫോൺ പോലും എടുക്കുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പം നയനയാണെങ്കിലും പറയുന്നുണ്ട്, അത് പിന്നെ ആദർശേട്ടാ, അത് പിന്നെ എന്തെങ്കിലും കാരണം കൊണ്ടായിരിക്കും അവൻ ഫോൺ എടുക്കാത്തത്. അപ്പം ആദർശ് പറയുന്നുണ്ട്, എന്ത് കാരണം? അവനാണെങ്കിൽ ഏതു നേരവും നന്ദുവിൻ്റെ പിന്നാലെയല്ലേ നടക്കുന്നത്. ആവശ്യമില്ലാതെ പോലീസ് സ്റ്റേഷനിൽ കയറി ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണോ കാരണം എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അവൻ എന്നും പോലീസ് സ്റ്റേഷനിൽ കയറി ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയല്ലേ. അവൻ എന്നെ ഒന്ന് വിളിക്കട്ടെ, എന്തായാലും ഇക്കാര്യം ചോദിച്ചിട്ടേ ഉള്ളൂ കാര്യം എന്നൊക്കെ ഇങ്ങനെ തീരുമാനിക്കുന്നുണ്ട്. ആ നന്ദു ആണെങ്കിലോ ഉത്തരവാദിത്തപ്പെട്ട ഒരു ജോലിയിലിരിക്കുന്ന പെൺകുട്ടിയല്ലേ. അവളിങ്ങനെ എപ്പോഴെപ്പോഴും പോയി ശല്യം ചെയ്യുന്ന എന്തിനാ ഇവൻ? അവന് കിട്ടിയ ബന്ധം ഇങ്ങനെ ഒരു ബന്ധം ആയിപ്പോയത് കൊണ്ടാണ് ഞാൻ പലതും ക്ഷമിക്കുന്നത്. എന്നാൽ അതൊക്കെ അവൻ മുതലെടുക്കാനാണ് ശ്രമിക്കുന്നത്. ഇപ്പം തന്നെ കണ്ടില്ലേ എന്തൊരു അനാസ്ഥ അവൻ ഈ കാണിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അന ആദർശാണെങ്കിലും അനിയോട് നല്ല കലിപ്പിലാണ് കേട്ടോ. നയന പറയുന്നുണ്ട്, ആദർശേട്ടാ സാരമില്ല, അനിയുടെ മനസ്സിലെ വിഷമം കൊണ്ടായിരിക്കാം അവൻ അങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും അവനെ വിളിച്ചിട്ട് എടുക്കുന്നില്ല. അവൻ ഇനി എവിടേക്കാണ് പോയിട്ടുണ്ടാവുക? അവനെ വിളിച്ചിട്ട് അവൻ ഫോൺ എടുക്കുന്നുമില്ല. എനിക്കിപ്പോൾ സംശയം അവൻ പിന്നെയും മദ്യപിച്ചിട്ട് എവിടെയെങ്കിലും പോയി കിടക്കുന്നുണ്ടോ എന്നൊക്കെയുള്ള രീതിയിൽ ഇങ്ങനെ പറയുകയാണ് ആദർശ്. അങ്ങനെ അനിയെക്കുറിച്ചിട്ട് യാതൊരു വിവരവുമില്ല. പിറ്റേ ദിവസം രാവിലെ ആയിട്ട് പോലും അനി വീട്ടിലോട്ട് വന്നിട്ടില്ല കേട്ടോ. അങ്ങനെ പെണ്ണുങ്ങളെല്ലാവരും രാവിലെ തന്നെ അടുക്കളയിൽ കയറി അനാമിയെ ശ്രദ്ധിക്കുന്ന ഒരു തിരക്കിൽ തന്നെ അനി വീട്ടിലേക്ക് വന്നപ്പോൾ എന്നൊന്നും നമ്മുടെ ജാനകി അന്വേഷിക്കുന്നുണ്ടായിരുന്നില്ല. ജാനകി അനാമികയുടെ പുറകെ ഇങ്ങനെ നടക്കുകയാണ്. ആ ഒരു സമയത്ത് അവരെല്ലാവരും അടുക്കളയിൽ പാചകം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് അനാമിക പറയുന്നുണ്ട് അനി ഇന്നലെ വീട്ടിലേക്ക് വന്നിട്ടില്ല എന്നൊക്കെയുള്ള കാര്യം. ജാനകി ഉടനെ തന്നെ അനാമിക ചേർത്ത് നിർത്തിയിട്ട് ചോദിക്കുന്നുണ്ട്, അതെന്താ മോളെ അവൻ വരാതിരുന്നത്? അവൻ ഇത് എവിടെ പോയതാ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അവനാ നന്ദുവിൻ്റെ പുറകെ പോയി കാണും. കുടിച്ച് കൂത്താടി അവനെവിടെയെങ്കിലും കിടപ്പുണ്ടായിരിക്കും. ഇതൊക്കെയല്ലേ ഇപ്പം അവൻ്റെ സ്ഥിരം പരിപാടി. അവനിപ്പോൾ വീട്ടിലേക്ക് വരണമെന്നൊന്നും ഇല്ലല്ലോ എന്നൊക്കെയുള്ള രീതിയിൽ ഇങ്ങനെ അനാമിക പറയുന്നുണ്ട്. അപ്പോഴേക്കും ദേവയാനി ചോദിക്കുന്നുണ്ട്, അനാമികെ നീ അവനെ വിളിച്ചു നോക്കിയില്ലേ? വിളിച്ചിട്ട് അവൻ ഫോൺ എടുത്തായിരുന്നോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അനാമിക പറയുന്നുണ്ട്, ഇല്ല, ഞാൻ വിളിക്കാനേ പോയില്ല അവനെ. ഞാൻ എന്തിനാ അവനെ വിളിക്കുന്നത്? അല്ലെങ്കിൽ തന്നെ ഞാൻ അവനെ വിളിച്ചാൽ അവൻ ഫോൺ എടുക്കാറില്ല. അതുകൊണ്ട് ഞാൻ അവനെ വിളിക്കാനൊന്നും പോയില്ല എന്ന് പറയുകയാണ്. എവിടെയെങ്കിലും തെണ്ടിത്തിരിഞ്ഞ് നടന്നിട്ടേ മതിയാവുമ്പോൾ ഇങ്ങ് പോന്നോളും. പ്രത്യേകിച്ച് പണിയോ ഉത്തരവാദിത്തം ഒന്നും ഇല്ലല്ലോ അവന്. കുടുംബത്തോടെ എന്തെങ്കിലും ഒരു ബാധ്യത ഉണ്ടെങ്കിലല്ലേ അവൻ നേരാവണ്ണം ജീവിക്കുകയുള്ളൂ. ഭാര്യയായിട്ട് ഞാൻ ഒരാൾ ഇവിടെ ഉണ്ട്. അത് പോട്ടെ, എൻ്റെ കാര്യം പോട്ടെ, അവൻ ഓഫീസിൽ പോകണമെന്നോ കമ്പനിയുടെ കാര്യങ്ങൾ നോക്കണമെന്നോ ഒന്നുമില്ലല്ലോ അവന്. ഏത് നേരം ആ നന്ദുവിൻ്റെ പുറകെ നടക്കാന്നുള്ളതാണല്ലോ അവൻ്റെ മെയിൻ ജോലി എന്നൊക്കെയുള്ള രീതിയിൽ അനിയെ കുറ്റപ്പെടുത്തി സംസാരിക്കുകയാണ്. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, അങ്ങനെ നീ അവനെ കുറ്റപ്പെടുത്തൊന്നും വേണ്ട. അവൻ അത്ര ഉഴപ്പനൊന്നും അല്ലായിരുന്നു. ഈ വീട്ടിലെ ഏറ്റവും വലിയ തരികട അഭി തന്നെയായിരുന്നു. ആ സമയത്തും അനി നന്നായിട്ട് കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരുന്നതാണ്. ഇപ്പം അവന് ചില മാനസിക പ്രശ്നങ്ങളൊക്കെ കാരണമായിരിക്കാം അവൻ അതൊന്നും നോക്കാൻ പറ്റാത്തത്. അതുകൊണ്ട് അവനിങ്ങനെ കുറ്റപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. പോരാത്തതിന് അവനൊരു കലാകാരൻ കൂടിയാണ്. ഏതായാലും അവൻ അവൻ്റേതായ ചില ബുദ്ധിമുട്ടുകളൊക്കെ കാണുമായിരിക്കും. അതൊക്കെ കൊണ്ടായിരിക്കും അവൻ ഓഫീസിൽ ശ്രദ്ധിക്കാൻ പറ്റാത്തതെന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്.
അങ്ങനെ എപ്പോഴും അനിയെ കുറ്റപ്പെടുത്താൻ നിൽക്കേണ്ടെന്നൊക്കെയുള്ള രീതിയിൽ അനാമികയോട് ദേഷ്യപ്പെട്ട് പറയുകയാണ് ദേവയാനി. ഇത് കേൾക്കുമ്പോഴേക്കും അനാമികയ്ക്കാണേലും ഇഷ്ടപ്പെടുന്നില്ല. അനാമിക പറയുന്നുണ്ട്, അല്ലെങ്കിലും നിങ്ങളൊക്കെ ഉണ്ടല്ലോ അവനെ സപ്പോർട്ട് ചെയ്യാൻ. അവനെ കാണിക്കുന്നതിനൊക്കെ നിങ്ങളല്ലേ സപ്പോർട്ട് ചെയ്ത് വലുതാക്കുന്നത്. ഞാൻ പറയുന്ന ഒന്നും ഇവിടെ ആരും കേൾക്കാറില്ലല്ലോ. അല്ലെങ്കിൽ തന്നെ അവൻ വീട്ടിൽ വരുവോ എൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കുകയോ ചെയ്യാതെ ഇങ്ങനെ കറങ്ങി നടക്കുകയല്ലേ. അവൻ മൂക്കുമുട്ടെ വെള്ളം അടിച്ചിട്ട് ഏതെങ്കിലും ഫ്രണ്ട്സിൻ്റെ അടുത്ത് കാണുമായിരിക്കും. ഇല്ലെങ്കിൽ ആ നന്ദുവിൻ്റെ അടുത്തേക്ക് പോയി കാണും സ്റ്റേഷനിൽ എന്നൊക്കെയുള്ള രീതിയിൽ അനാമിക പറയുന്നുണ്ട്. അപ്പോഴേക്കും ജലജാണെങ്കിലും കിട്ടിയ അവസരം പാഴാക്കാതെ പറയുന്നുണ്ട്, ആദ്യമൊക്കെ എല്ലാവരും എൻ്റെ മോനെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ വീട്ടിലെ ഏറ്റവും വലിയ തോന്നിയാസി അവനാണെന്നും പറഞ്ഞുകൊണ്ടാണ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത്. ആദർശും ആനിയൊക്കെ നന്മ മരങ്ങളായിരുന്നു. ഇപ്പം കണ്ടില്ലേ കാഴ്ചകളൊക്കെ. ആദർശനാണെങ്കിൽ വിവാഹത്തിന് മുമ്പ് തന്നെ അവിഹിതത്തിലൊരു കൊച്ചുമുണ്ട്. അതിനെ ഇപ്പം ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് വളർത്തേണ്ട ഗതികേടില്ല ഇപ്പം. അനിയാണെങ്കിലോ ആ നന്ദുവിൻ്റെ പിന്നാലെയും. വിവാഹം കഴിഞ്ഞ ഒരു ഭാര്യ വീട്ടിലുള്ളപ്പോഴാണ് അവൻ ഇപ്പോഴും ആ കാമുകിയുടെ പുറകെ നടക്കുന്നത്. അതിൻ്റെ പേരിൽ അവൻ എന്തൊക്കെയാ ചെയ്ത് കൂട്ടുന്നത്. മദ്യപിച്ചിട്ടൊക്കെ അവനിപ്പോൾ വീട്ടിലോട്ട് വരുന്നത്. ഇന്ന് വരെ അബിയെ കുറ്റം പറഞ്ഞുകൊണ്ട് നടന്നവർക്കൊന്നും ഇപ്പോൾ ഒന്നും പറയാനില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് ജലജ. അപ്പോൾ ജാനകി ഉടനെ പറയുന്നുണ്ട്, അനി ഇങ്ങനെയൊക്കെ ആയത് ആ നന്ദു കാരണമാണ്. അവൾ കൈയും കണ്ണും കാണിച്ച് അവനെ വശീകരിച്ച് വെച്ചിരിക്കുകയാണ്. അല്ലെങ്കിൽ പിന്നെ അനാമിക വിവാഹം കഴിച്ച അനി പിന്നെയും ആ നന്ദുവിൻ്റെ പുറകെ പോവില്ലല്ലോ. അപ്പോഴേക്കും ജലജ പറയുന്നുണ്ട്, അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഇവിടെ വന്ന പെണ്ണുങ്ങളെ 3 പേരുണ്ട്. അതിൽ അനാമിക മോളെ പോലെ അല്ല മറ്റു 2 പേരും. അവളുമാരുടെ അനീതിയല്ലേ ആ നന്ദു. ആ സ്വഭാവമല്ലേ അവൾക്കും കാണുകയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ജലജ. ഇതൊക്കെ കേട്ടോണ്ട് നയനയ്ക്കാണെങ്കിലും പിന്നെ ഒന്നും പറയാതിരിക്കാൻ തോന്നുന്നില്ല കേട്ടോ. നയന പറയുന്നുണ്ട്, അതെ അപ്പച്ചി, ഞങ്ങളുടെ വീട്ടുകാരെ കുറ്റം പറയാൻ നിങ്ങൾക്ക് ഒരു യോഗ്യതയുമില്ല. നന്ദു ഒരിക്കലും അങ്ങനൊരു കാര്യം ചെയ്യില്ല. ഇന്നലെ തന്നെ അനി പിന്നെയും സ്റ്റേഷനിൽ ചെന്നിട്ട് അവളെ ബുദ്ധിമുട്ടിക്കുകയായിരുന്നു. എന്നിട്ടും അനിയോട് നല്ല മോശമായ രീതിയിൽ തന്നെയാണ് നന്ദു സംസാരിച്ച് അവിടുന്ന് പറഞ്ഞു വിട്ടത്. ഇനി മേലാൽ എന്നെ കാണാൻ വരരുതെന്നും എന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടിപ്പിക്കരുതെന്നും ഈ എപ്പോഴും സ്റ്റേഷനിൽ വന്ന് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എൻ്റെ ജോലിയെ തന്നെ ബാധിക്കും എന്നുള്ള രീതിയിൽ അങ്ങനെയൊക്കെ സംസാരിച്ചിട്ടാണ് അവൻ അവിടുന്ന് പറഞ്ഞു വിട്ടത്. അതിനുശേഷം എന്നെയും ആദർശേട്ടനെയും അവൾ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു. അനിയുടെ ഈ ഒരു പെരുമാറ്റം അത് അവൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടാക്കുന്നുണ്ടെന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. നന്ദു എന്ത് തെറ്റ് ചെയ്തിട്ടാണ് അനി ഇങ്ങനെ നന്ദുവിൻ്റെ പിന്നാലെ നടക്കുന്നത്. നന്ദു ഒഴിഞ്ഞു മാറിയാലും അനിയാണ് അവളുടെ പിന്നാലെ നടന്ന് ശല്യം ചെയ്യുന്നത്. ഒരിക്കലും അനിയുടെ ഭാര്യയായിട്ട് നന്ദു എന്തായാലും ഈ വീട്ടിലോട്ട് വരാൻ പോകുന്നില്ല. അതിന് ഞങ്ങളാരും സമ്മതിക്കുകയുമില്ല. അങ്ങനെയുള്ളപ്പം എന്തിനാ അനി ഇങ്ങനെ അവളുടെ പുറകെ നടന്ന് ശല്യം ചെയ്യുന്നത്? അത് നിങ്ങൾ എന്നെ ചോദിച്ചു നോക്കണം. അനിയാണ് നന്ദുവിൻ്റെ പിന്നാലെ നടന്ന് ശല്യം ചെയ്ത് അവളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ നന്ദു അല്ല അനിയുടെ പിന്നാലെ പോകുന്നതെന്നൊക്കെയുള്ള രീതിയിൽ പറയുന്നുണ്ട്. അപ്പോഴേക്കും ജാനകി പറയുന്നുണ്ട്, അവളെ അവൻ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെങ്കിലേ അവളുടെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെയാ. അനാമിക മോൾ ഇവിടെ ഉണ്ടല്ലോ, എന്നിട്ടും അവൻ അവളുടെ പിന്നാലെ തന്നെ ചെല്ലുന്നതേ അവനെ പിടിച്ചു നിർത്താൻ പറ്റാഞ്ഞിട്ടല്ലേ. അപ്പോൾ എങ്ങനെയും അനാമിക മോളെ ഇവിടുന്ന് ഒഴിവാക്കിയിട്ട് ഇവിടെ കയറി കൂടണമെന്ന് തന്നെയാണ് നിൻ്റെ അനിയത്തിയുടെ ആഗ്രഹം. ഇത് കേൾക്കുമ്പോൾ നയനയ്ക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. നയന പറയുന്നുണ്ട്, ഇളയമ്മ വേണ്ടാത്ത കാര്യങ്ങളൊന്നും പറയണ്ട. ഇതൊക്കെ നമ്മൾ പണ്ടേ പറഞ്ഞു ഒഴിവാക്കിയ കാര്യങ്ങളാണ്. ഇനി വീണ്ടും ഈ കാര്യങ്ങൾ പറയാൻ എനിക്ക് താല്പര്യമില്ല. അല്ലെങ്കിൽ തന്നെ നന്ദു അനിയും ഒന്നിക്കുന്നതിനോട് ഞങ്ങൾക്ക് ആർക്കും ഒരു യോജിപ്പുമില്ല. പിന്നെ അനിയെ നേർവഴിയിലേക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിലേ അനിയുടെ ഭാര്യയായി ഇവള് വേണം വിചാരിക്കാൻ. അല്ലാതെ വെറുതെ ആരും എൻ്റെ അനിയത്തി ഇങ്ങോട്ടേക്ക് പിടിച്ചിടണ്ടെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവരുടെ ഈ സംസാരങ്ങളൊക്കെ കേട്ടുകൊണ്ട് തന്നെയാണെങ്കിൽ മുത്തശ്ശി അങ്ങോട്ടേക്ക് കയറി വരുന്നുണ്ട്. മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, എന്താ രാവിലെ തന്നെ അടുക്കളയിൽ എന്താ ഒച്ചയും ബഹളമൊക്കെ കേൾക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. എല്ലാവരും പാചകക്കാരായപ്പോഴും അടുക്കള രണ്ടായിട്ട് വെട്ടിമുറിച്ചപ്പോഴുമൊക്കെ ഇങ്ങനത്തെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നുള്ളത് എനിക്കറിയാമായിരുന്നു. നേരത്തെ എന്ത് സമാധാനമായിരുന്നു നമ്മുടെ വീട്ടിലും ഈ അടുക്കളയിലും ഒക്കെ. നേരത്തെ 1 2 പേര് പാചകം ചെയ്യുമ്പം മറ്റുള്ളവരാരും ഇവിടെ വന്ന് ശല്യം ചെയ്യാറൊന്നുമില്ലായിരുന്നു. പകരത്തിന് പകരം ഒന്നും ചെയ്യാറുമില്ലായിരുന്നു. ഇപ്പോഴാണെങ്കിലോ 2ആയിട്ട് അടുക്കള തന്നെ വെട്ടിമുറിച്ച് വെച്ചിരിക്കുകയാണ്. എന്നിട്ട് അവരവർക്ക് തോന്നുന്ന പോലുള്ള ആഹാരങ്ങളൊക്കെയാണ് പാചകം ചെയ്ത് കഴിക്കുന്നതും. അതിൻ്റെ പേരിൽ പോലും തർക്കവും വഴക്കും എന്തുവാ ഇവിടെയൊക്കെ നടക്കുന്നത്. എന്തൊക്കെയാ ഈ അനന്തപുരിയിൽ നടക്കുന്നേ. അവസാനം നിങ്ങളെല്ലാവരും കൂടെ ചേർന്ന് വലിയൊരു കലഹം തറവാടിനകത്ത് ഉണ്ടാക്കരുതെന്നൊക്കെ മുത്തശ്ശി പറയുന്നുണ്ട്. ദേവയാനി പറയുന്നുണ്ട് മുത്തശ്ശിയോട്, അമ്മ വിഷമിക്കണ്ട അമ്മേ. ഇതൊക്കെ അധികം നാളൊന്നും നീണ്ടുപോവില്ല അമ്മേ. ഇതൊക്കെ ഇപ്പോൾ ഈ നടക്കുന്നത് ഈ അനാമികയുടെ ഒറ്റ കാര്യം കൊണ്ട് മാത്രമാണ്. ഈ അനാമയ്ക്ക് വെച്ച് വിളമ്പാൻ എനിക്ക് എന്തായാലും പറ്റില്ല. ഞാൻ അങ്ങനെയൊന്നുമല്ല അനാമയെ കണ്ടിരുന്നത്. പക്ഷേ അറിയാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞു. അവളുടെ തനി സ്വരൂപം എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഞാനിങ്ങനൊരു തീരുമാനം എടുത്തെന്ന് പറയുകയാണ്. അത് അച്ഛനും അമ്മയ്ക്കും ഒക്കെ വിഷമമായിട്ടുണ്ടെങ്കിൽ അതിന് നിങ്ങൾ എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ ദേവയാനി പറയുന്നുണ്ട്. അപ്പോൾ ജാനകി ചോദിക്കുന്നുണ്ട്, അല്ല ഏട്ടത്തി അത് എന്തുദ്ദേശിച്ചാ പറഞ്ഞേ? അനാമികയുടെ സ്വഭാവത്തിൽ എന്ത് മാറ്റം കണ്ടെന്നാ ഏട്ടത്തി പറയുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്.
ഇപ്പോൾ ദേ ഇവളൊറ്റൊരുത്തി ആ ഏട്ടത്തിയുടെ മനസ്സിൽ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു തന്ന് ഓരോ കുത്തിത്തിരിപ്പൊക്കെ ഉണ്ടാക്കിയത്. അല്ലാതെ അനാമിക മോളെ എന്ത് ചെയ്തിട്ടാ? നേരത്തെ ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ അനാമികയോട് ഏട്ടത്തിക്കുണ്ടായിരുന്ന ഇഷ്ടം എന്നൊക്കെയുള്ള രീതിയിൽ ചോദിക്കുന്നുണ്ട്. ദേവാനിക്കാണെങ്കിലും ദേഷ്യം വന്നിട്ട് പറയുന്നുണ്ട്, "ഒന്ന് നിർത്തുന്നുണ്ടോ നിങ്ങൾ?" എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. എന്നിട്ട് ആദർശ് അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ. ആദർശ് എന്നിട്ട് നയനോട് പറയുന്നുണ്ട്, "നയനെ, നിന്നെ അനി വിളിച്ചിരുന്നോ?" എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നയന പറയുന്നുണ്ട്, "ഇല്ല ആദർശേട്ടാ, എന്നെ വിളിച്ചിട്ടില്ല ആദർശേട്ടാ. ഞാൻ കുറേ തവണ അങ്ങോട്ടേക്ക് വിളിക്കാൻ ശ്രമിച്ചു. കോള് പോകുന്നില്ല എന്നൊക്കെയുള്ള രീതിയിൽ നമ്മുടെ നയന പറയുന്നുണ്ട്. ആദർശേട്ടൻ തന്നെ ഒന്നുകൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റാതെ എന്നൊക്കെയുള്ള രീതിയിൽ ചോദിക്കുകയാണ്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, "ഞാൻ ഒരുപാട് തവണ അവനെ വിളിച്ചു. എന്നിട്ടൊന്നും അവൻ ഫോൺ എടുക്കുന്നില്ല. അവൻ്റെ ഫോൺ സ്വിച്ച് ഓഫിലാന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്." അപ്പോഴേക്കും അനാമിക പറയുന്നുണ്ട്, "എവിടെയെങ്കിലും കുടിച്ച് ബോധമില്ലാതെ കിടന്നുറങ്ങുമായിരിക്കും. അതാ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അവൻ ഇനിയിപ്പോൾ എന്ത് വേണമെങ്കിലും ആകാമല്ലോ." എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അനാമിക. ഇത് കേൾക്കുമ്പോൾ ആദർശനാണെങ്കിലും ദേഷ്യം വരുന്നുണ്ട്. ആദർശ് പറയുന്നുണ്ട്, "അനി ഒരിക്കലും അങ്ങനൊന്നും ചെയ്യുന്നവനല്ല. അവൻ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാറില്ല. അഥവാ ഒരു ദിവസം മനപ്രയാസം കൊണ്ട് ഇച്ചിരി മദ്യപിച്ചിട്ടുണ്ടെങ്കിലും അവൻ രാവിലെ ഉണരുകയും ഫോൺ എടുക്കുകയും ഒക്കെ ചെയ്യും. ഓഫീസിലെ കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവനെ കുറേ പ്രാവശ്യം വിളിച്ചത്. ഇന്നലെ വൈകുന്നേരം മുതൽ ഞാൻ അവനെ വിളിക്കുന്നതാണ്. അവൻ ഫോൺ എടുക്കുന്നേ ഇല്ല. എന്നാൽ കോള് കാണുമ്പം അവൻ തിരിച്ചു വിളിക്കുമെങ്കിലും ചെയ്യണ്ടേ?" എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ഇന്നിപ്പോൾ ഇത്ര സമയമായിട്ടും അവനെക്കുറിച്ച് ഒരു വിവരവും ഇല്ല. എനിക്കാണെങ്കിൽ ആകെപ്പാടെ ഒരു ടെൻഷനും ആകുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. ജാനകി ചോദിക്കുന്നുണ്ട്, "എന്താ ആദർശേ? എന്ത് പറ്റി ആദർശേ? അവൻ എന്തിനാ ഫോൺ എടുക്കാതിരിക്കുന്നത്? അവനെന്താ പറ്റിയെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. നന്ദു ഇനി അവനെന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവോ? അവനെ കാ അവളെ കാണാൻ ചെന്നു എന്നും പറഞ്ഞ് അവൾ ഭയങ്കര മോശമായിട്ടല്ലേ അനിയോട് സംസാരിച്ചത്. അനിക്ക് വിഷമാവുന്ന പോലെ അവൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. ആ വിഷമത്തിൽ അവൻ എവിടെയെങ്കിലും ഇറങ്ങിപ്പോയതാണോ എന്ന് ആർക്കറിയാം. എൻ്റെ കുഞ്ഞ് എവിടെ പോയതാണോ എന്തോ. ഇനിയിപ്പം എൻ്റെ മോൻ എന്തെങ്കിലും സംഭവിച്ചാലുണ്ടല്ലോ, നീയും നിൻ്റെ അനിയത്തിയും വേണം ഇതിനൊക്കെ സമാധാനം പറയാനൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, "ഇളയമ്മ എന്തിനാ ഇളയമ്മ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അതിന് നയന എന്ത് ചെയ്തു എന്നാണ് നിങ്ങൾ പറയുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അനി ഇങ്ങോട്ടേക്ക് വരാതിരിക്കുന്നുണ്ടെങ്കിലേ അതൊക്കെ അന്വേഷിക്കേണ്ടത് ഇളയമ്മയുടെ കടമയാണ്. ഇളയമ്മ എപ്പോഴും മരുമോളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് അവളുടെ കൂടെ തന്നെയല്ലേ നടക്കുന്നത്. മരുമോളെ ശ്രദ്ധിക്കുന്ന കൂട്ടത്തിൽ മകനെ ശ്രദ്ധിക്കാൻ ഇളയമ്മ മറന്നുപോയെന്ന് ചോദിക്കുന്നുണ്ട്. അല്ലെങ്കിലും ഇളയമ്മ ഒരിക്കലും അനിയുടെ ഭാഗത്ത് നിന്ന് സംസാരിച്ചിട്ടില്ലല്ലോ. അവൻ്റെ മനസ്സിൽ എന്താ വിഷമം എന്നുള്ളത് ഇളയമ്മ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? അവന് എന്തൊക്കെയാണ് ഇഷ്ടം, എന്തൊക്കെയാണ് ഇഷ്ടമില്ലാത്തത്, അവൻ എങ്ങനത്തെ അവൻ്റെ ക്യാരക്ടർ എന്തെങ്കിലും ഇളയമ്മ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആദർശ് ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും ജാനകി മിണ്ടാതിരിക്കുകയാണ് കേട്ടോ. എല്ലാവർക്കും ടെൻഷൻ ആവുന്നുണ്ട്. കാരണം അനിയുടെ കാര്യത്തിൽ എല്ലാവരും ആകെപ്പാടെ ഒരു വെപ്രാളത്തിൽ നിൽക്കുകയാണ്. അങ്ങനെ അനിയെക്കുറിച്ചുള്ള ഒരു വിവരവും കിട്ടുന്നില്ല കേട്ടോ. അങ്ങനെ 1-2 ദിവസം കഴിഞ്ഞു പോവുകയാണ്. അപ്പോൾ ജാനകിക്കും അജയനും എല്ലാവർക്കും ഭയങ്കര ടെൻഷൻ ആവുന്നുണ്ട്. അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണെങ്കിലും അനാമികയുടെ അച്ഛനും അമ്മയൊക്കെ കൂടെ അനന്തപുരിയിലോട്ട് വരികയാണ്. വന്നിട്ട് വേണുവും രേവതിയും കൂടെ ചോദിക്കുന്നുണ്ട്, "അനിയെക്കുറിച്ച് ഒരു വിവരവും ഇല്ലല്ലോ. അനി എവിടെ പോയതാ? അല്ലെങ്കിലും ആരോടും പറയാതെ അനി അങ്ങനെ പോകാറില്ലല്ലോ?" എന്നൊക്കെയുള്ള രീതിയിൽ ചോദിക്കുന്നുണ്ട്. "അല്ല, നിങ്ങൾ പോലീസിലൊന്നും കംപ്ലയിൻറ്റ് ചെയ്തില്ലേ?" എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. ആദർശ് പറയുന്നുണ്ട്, "ഞങ്ങൾ പോലീസിലൊക്കെ കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അവൻ്റെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആയിരിക്കുന്നത് കൊണ്ട് അവൻ എവിടെയാണെന്ന് ട്രേസ് ചെയ്യാൻ പറ്റുന്നില്ല. സൈബർ സെല്ലിൻ്റെ സഹായത്താൽ കണ്ടെത്താനൊക്കെ ശ്രമിക്കുന്നുണ്ട്. അല്ലെങ്കിൽ തന്നെ അവൻ എവിടെ പോകാനാ? ചെറിയൊരു പിണക്കത്തിൻ്റെ പേരിൽ എല്ലാവരും ഒന്ന് പേടിപ്പെടുത്താൻ വേണ്ടി അവൻ മാറി നിൽക്കുന്നതായിരിക്കും." എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴേക്കും വേണു ചോദിക്കുന്നുണ്ട്, "അയ്യോ, അങ്ങനെ മാറി നിന്നാൽ എങ്ങനെയാ? ആരെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ടാ അവനിങ്ങനെ മാറി നിൽക്കുന്നത്? അല്ലെങ്കിൽ തന്നെ എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാ അവൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നൊക്കെയുള്ള രീതിയിൽ ചോദിക്കുന്നുണ്ട്. ആദർശ് പറയുന്നുണ്ട്, "അനാമികയുമായിട്ട് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ അവന്. അനാമികയും മൊത്തമുള്ള ഒരു ജീവിതത്തിന് അവന് താല്പര്യമില്ലെന്ന് അവൻ എന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഇനി അങ്ങനെ എന്തെങ്കിലും കാരണം കൊണ്ട് അവൻ മാറി നിൽക്കുന്നതാണോ എന്ന് എനിക്കറിയില്ല" എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ അനാമിക പറയുന്നുണ്ട്, "എൻ്റെ കൂടെ ജീവിക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണോ അവൻ മാറി നിൽക്കുന്നത്? അതോ നന്ദുവിൻ്റെ കൂടെ ജീവിക്കാൻ പറ്റാത്തതിൻ്റെ വിഷമം കൊണ്ടാണോ?" എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. "നന്ദുവിൻ്റെ കൂടെ ജീവിക്കാൻ വേണ്ടിയിട്ടല്ലേ അവൻ അന്ന് സ്റ്റേഷനിൽ പോയി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയത്. സ്റ്റേഷനിൽ വെച്ച് അവനോട് മോശമായിട്ട് പെരുമാറുകയും എല്ലാവരുടെ മുമ്പിൽ അവനെ നാണം കെടുത്തുകയൊക്കെ ചെയ്തത് നന്ദു തന്നെയല്ലേ? അത് തന്നെയല്ല, അവസാനമായിട്ട് അവനെ കണ്ടതും ഈ നന്ദു തന്നെയല്ലേ? അപ്പോൾ പിന്നെ അവനെ കാണാതായതിൽ നന്ദുവിന് എന്തോ ഒരു പങ്കുണ്ടെന്നൊക്കെയുള്ള രീതിയിൽ പറയുകയാണ്. പിന്നെ ഇപ്പം അവൾ എസ് ഐ ആയതുകൊണ്ട് തന്നെ അവൾ തന്നെ എവിടെയെങ്കിലും കൊണ്ടുപോയി ഒളിപ്പിച്ചിട്ടുണ്ടോ എന്നൊക്കെയുള്ളത് ആർക്കറിയാം? അതോ ഇനി അവനെ വല്ലതും കൊന്നു തള്ളിയോ എന്നൊക്കെയുള്ള രീതിയിൽ തന്നെ ചോദിക്കുന്നുണ്ട് അനാമിക. നയന പറയുന്നുണ്ട്, "അനാമികയെ, നീ വേണ്ടാത്ത കാര്യങ്ങളൊന്നും ഇവിടെ സംസാരിക്കേണ്ട കാര്യമില്ല. നീ എന്തുവാ പറഞ്ഞു വരുന്നത്? നന്ദു ആണ് എല്ലാത്തിനും കാരണമെന്നാണോ? നന്ദു ആണ് അവളെ അവസാനമായിട്ട് കണ്ടതെന്നാണോ?" എന്നൊക്കെ എന്നെ ചോദിക്കുന്നുണ്ട്. "ഇതൊക്കെ പറയാൻ നിനക്ക് എങ്ങനെയാണ് സാധിക്കുന്നത്? സ്വന്തം ഭർത്താവിനെ കാണാതെ പോയിട്ട് എവിടെയാണെന്ന് പോലും അറിയാനോ ഒന്ന് കോൾ ചെയ്ത് അന്വേഷിക്കാനോ പോലും താല്പര്യം കാണിക്കാത്ത നീ ഇപ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും സംസാരിച്ചുകൊണ്ട് വരില്ലെന്ന് പറയുകയാണ്. അനി എവിടെയെങ്കിലും കാണും.
തൽക്കാലത്തെ പിണക്കത്തിൽ അവൻ എവിടെയെങ്കിലും മാറി നിൽക്കുന്നതായിരിക്കും. അതൊക്കെ മാറിക്കഴിയുമ്പോഴേക്കും അവൻ തിരിച്ചു വരും എന്നൊക്കെ ഇങ്ങനെ നയന പറയുന്നുണ്ട്. അപ്പം അനാമിക പറയുന്നുണ്ട്, ആ അത് മതി, തിരിച്ചു വന്നാൽ മതി. അവൻ എന്നോട് ദേഷ്യപ്പെട്ട് പോയെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ പറഞ്ഞത്. അവന് നന്ദുവിനോടുള്ള കെറിവ് കാരണമല്ലേ അവനിപ്പോൾ പിണങ്ങിപ്പോയി ഇരിക്കുന്നതെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. വേണുവാണെങ്കിലും പറയുന്നുണ്ട്, എത്രയും പെട്ടെന്ന് തന്നെ അന്വേഷണങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകണം. ഇന്നത്തെ കാലത്ത് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഒരുപാട് നടക്കുന്നുണ്ട്. പെൺകുട്ടികളും ആൺകുട്ടികളും ഒക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുടെ പേരിൽ പോയി അങ്ങ് ആത്മഹത്യ ചെയ്യും. അതിൻ്റെ ബാധ്യതയൊക്കെ വീട്ടിലുള്ള ബാക്കിയുള്ളവരല്ലേ അനുഭവിക്കേണ്ടത്. അത് കേൾക്കുമ്പോഴേക്കും മുത്തച്ഛനാണെങ്കിലും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. മുത്തച്ഛനാണെങ്കിലും ചാടി എഴുന്നേറ്റിട്ട് പറയുന്നുണ്ട്, വേണു എന്താ ഇപ്പോൾ വേണു പറഞ്ഞു വരുന്നത്? ആനി ആത്മഹത്യ ചെയ്യുമെന്നോ? ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്നോ? ഇങ്ങനെയുള്ള സംസാരങ്ങളൊന്നും ഇവിടെ വേണ്ട. അനിമോൻ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ല. കാരണം അവൻ ഈ വീട്ടിലെ കുട്ടിയാണ്. അവൻ അങ്ങനെ ആത്മഹത്യ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. തൽക്കാലത്തേക്ക് എല്ലാവരെയും ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് അവൻ എവിടെയെങ്കിലും മാറി നിൽക്കുന്നത് തന്നെ ആയിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ജാനകിയാണെങ്കിലും ഇങ്ങനെ നെഞ്ചത്തടിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ടൊക്കെ പറയുന്നുണ്ട്, എൻ്റെ മോൻ എവിടെയാണെന്ന് അറിയില്ല. 2 ദിവസമായി അവൻ ഇങ്ങോട്ടേക്ക് വന്നിട്ട്. അവനെ കാണാതെ പോയിട്ട് പോലും ഇവിടെ ആർക്കും ഒരു കൂസലുമില്ല. വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ അന്വേഷിക്കാനും കണ്ടെത്താനും ഒക്കെ എന്തൊരു ഉത്സാഹം കാണിച്ചേനെ. എൻ്റെ മോനെക്കുറിച്ച് ആർക്കും ഒരു ചിന്തയുമില്ല. ഞാൻ ഇനിയിപ്പോൾ എന്താ ദൈവമേ ചെയ്യുക? എൻ്റെ കുഞ്ഞിപ്പോൾ എവിടെയായിരിക്കും? അവൻ വല്ലതും കഴിച്ചിട്ടുണ്ടാവുമോ? എവിടെയാണെങ്കിലും അവനൊന്ന് എന്നെ വിളിക്കുകയും ചെയ്തൂടെ എന്നൊക്കെ ഓർത്ത് ജാനകിയാണെങ്കിലും വിഷമിച്ച് കരയുകയാണ് കേട്ടോ. അനി ഇങ്ങനെ മറിഞ്ഞിരിക്കുന്നതിൻ്റെ സങ്കടം എല്ലാവർക്കും ഉണ്ട് കേട്ടോ. കാരണം ഒരു വിവരം പോലും അറിയുന്നില്ലല്ലോ. പക്ഷേ അനാമയ്ക്കാണെങ്കിലും അത്ര വലിയ വിഷമമൊന്നുമില്ല. അനാമയ്ക്കാണെങ്കിലും അനി പോയാൽ പോയി എന്നുള്ളൊരു ചിന്തയേ ഉള്ളൂ. വീട്ടുകാർക്കും അങ്ങനെ തന്നെ. അനാമയ്ക്ക് വേറെ കാമുകനുണ്ടല്ലോ. അല്ലെങ്കിൽ തന്നെ അനിയുമായുള്ള ബന്ധം ഒഴിഞ്ഞിട്ട് കാമുകൻ്റെ കൂടെ പോയി സുഖമായിട്ട് ജീവിക്കണമെന്നാണല്ലോ അവൾ ആഗ്രഹിക്കുന്നത്. സ്വത്തും പണവും കിട്ടണം എന്നുള്ള ഒരൊറ്റ ചിന്തയോട് മാത്രമാണ് അനാമികയാണെങ്കിലും ഈ അനന്തപുര തറവാട്ടിൽ ജീവിച്ചു പോകുന്നത്. അങ്ങനെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചതിന് ശേഷം നമ്മുടെ വേണുവും രേവതിയൊക്കെ കൂടെ തിരികെ പോകുന്നുണ്ട്. അങ്ങനെ അനിയെക്കുറിച്ച് ഒരു വിവരം കിട്ടുന്നില്ല കേട്ടോ. അങ്ങനെ വൈകുന്നേരമൊക്കെ ആയപ്പോഴേക്കും ഇവർ വിളിച്ചിട്ട് അനാമികയോട് ചോദിക്കുന്നുണ്ട്, മോളെ ആ അരണക്കെട്ടവനെക്കുറിച്ച് വല്ല വിവരവും കിട്ടിയെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അനാമിക പറയുന്നുണ്ട്, ഒരു വിവരവും ഇല്ല അച്ഛാ, അവൻ എവിടെയാണെന്ന് പോലും അറിയത്തില്ല. ആ ഒരു കണക്കിന് പോയത് എന്തായാലും നന്നായി. കുറച്ച് നാളില്ലാതിരുന്ന അത്രയും നാളും എനിക്കിവിടെ സമാധാനമായിട്ട് നിൽക്കാമല്ലോ. പിന്നെ അത് മാത്രമല്ല, ആ നന്ദു അവനെ അവസാനമായിട്ട് കണ്ടത്. അവൻ മിസ്സായിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ അവനെന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിലോ അതെല്ലാം അവളുടെ തലയിൽ വെച്ച് കൊടുക്കാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ രേവതിയാണെങ്കിലും പറയുന്നുണ്ട്, ശരിയാ മോളെ, നീ പറഞ്ഞതിലും കാര്യമൊക്കെ ഉണ്ട്. എന്തായാലും കാര്യങ്ങളൊക്കെ ഇങ്ങനെ തന്നെ അങ്ങ് മുന്നോട്ട് പോവട്ടെ. അവന് സൗകര്യമുള്ളപ്പോൾ അവൻ തിരിച്ചു വരട്ടെ. എന്തായാലും അത്ര നാൾ മോൾക്ക് അവിടെ സമാധാനമായിട്ട് നിൽക്കാമല്ലോ എന്നൊക്കെയുള്ള രീതിയിൽ പറയുകയാണ്. എന്നാലും ഇവൻ എവിടെ പോയി കിടക്കുകയായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് രേവതി. അനാമിക പറയുന്നുണ്ട്, അവനാകെ മൊത്തത്തിൽ ദേഷ്യത്തിൽ നിൽക്കുകയല്ലായിരുന്നോ? അവളുടെ ഭാഗത്തുനിന്നും അവന് വേണ്ട പോലെയുള്ളൊരു മറുപടി ഒന്നും കിട്ടിക്കാണത്തില്ല. അതിൻ്റെയൊക്കെ ദേഷ്യം കൊണ്ടായിരിക്കും. ഇവിടെ വന്നാൽ എൻ്റെ മുഖം കാണണമല്ലോ അവന്. എന്നോട് സംസാരിക്കാനും അവൻ വലിയ താല്പര്യമൊന്നുമില്ല. അതുകൊണ്ട് അവൻ എവിടെയെങ്കിലും മാറി നിൽക്കുന്നതായിരിക്കും. കുറച്ച് ദിവസം കഴിയുമ്പം അവൻ ഇങ്ങോട്ടേക്ക് വരും. അല്ലാതെ എവിടെ പോകാനാ? അപ്പോൾ വേണുവാണെങ്കിലും ചോദിക്കുന്നുണ്ട്, മോളെ ആ സ്വർണം നീ അടിച്ചു മാറ്റിയോ? നമുക്ക് ആവശ്യം അതൊക്കെയല്ലേ മോളെ. അതിനെക്കുറിച്ച് എന്തെങ്കിലും നീ പറ മോളെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അനാമിക പറയുന്നുണ്ട്, ആ അച്ഛാ സ്വർണ്ണമൊക്കെ ഞാൻ അടിച്ചു മാറ്റി വെച്ചിട്ടുണ്ട്. ആനയില്ലാത്ത സമയം നോക്കി എല്ലാവരും നല്ല ടെൻഷനിലായിരുന്നു. എൻ്റെ അമ്മായിമ്മയുണ്ടല്ലോ, അവരിന്ന് മോനെ ഓർത്ത് കരഞ്ഞ് 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 തളർന്ന് ഉറങ്ങിയിരിക്കുന്ന സമയത്ത് ഞാൻ ആ സ്വർണ്ണമൊക്കെ അടിച്ചു മാറ്റി എൻ്റെ റൂമിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്. നിങ്ങൾ പോകുമ്പം അതങ്ങ് കൊണ്ടുപോയി വിറ്റോ. എന്നിട്ട് അത് ഉപയോഗിച്ച് കുറേ കട അങ്ങ് വീട്ടെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അവനിപ്പോൾ എന്തെങ്കിലും സംഭവിച്ചില്ലെങ്കിലും നമുക്ക് കുഴപ്പമൊന്നും ഇല്ലച്ചാ. അതിന് മുമ്പ് കിട്ടാവുന്നതിന് പരമാവധി നമുക്ക് കൈക്കലാക്കാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. രേവതി പറയുന്നുണ്ട്, അതെന്തായാലും നന്നായി മോളെ, നീ അത് ചെയ്തത് എന്തായാലും നന്നായി. നീ എന്ന് പറഞ്ഞത് നിൻ്റെ അമ്മായിമ്മയുടെ അടുക്കൽ ഒന്നുമില്ല, അവരൊരു ദരിദ്രവാസിയാണെന്നൊക്കെയല്ലേ. എന്നിട്ട് ഇത്രയും സ്വർണ്ണ പണമൊക്കെ അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോഴേക്കും അനാമിക പറയുന്നുണ്ട്, എൻ്റെ പൊന്നമ്മേ അതൊന്നും ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കാരണം ഇവരുടെ കയ്യിൽ ഇത്രയും സ്വർണവും പണമൊക്കെ ഉണ്ടെന്നുള്ള കാര്യം ഞാൻ വിചാരിച്ചതേയില്ല. എന്തായാലും അതൊക്കെ സമയം പോലെ അടിച്ചു മാറ്റണം എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ അനാമിക പറയുകയാണ്. ജാനകിയാണെങ്കിലും അനിയെക്കുറിച്ച് ഓർത്ത് വിഷമിച്ച് ആകെ ഇങ്ങനെ കരഞ്ഞ് തളർന്നൊക്കെ ഇങ്ങനെ അനാമികയുടെ അടുത്ത് എന്തോ കാര്യങ്ങളൊക്കെ ചോദിക്കാനായിട്ട് വരികയാണ് കേട്ടോ. ആ സമയത്താണ് ഇതൊക്കെ കേൾക്കുന്നത്. അനാമിക പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ട് ജാനകിയാണെങ്കിലും ഞെട്ടിപ്പോവുകയാണ്. രേവതി അനാമികയോട് പറയുന്നുണ്ട്, മോളെ അനി പോയതുകൊണ്ട് നമുക്കിനിയും ഒരുപാട് ഗുണങ്ങളുണ്ട് മോളെ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. തന്നെയുമല്ല അന്ന് പാലിൽ വിഷം ചേർത്ത കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇതോടെ അങ്ങ് ആറിപ്പോക്കോളും. എന്തായാലും ഇനി അതൊന്നും ഓർത്ത് നമ്മൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ അനാമിക പറയുന്നുണ്ട്, അമ്മേ ആ സംഭവം വല്യമ്മ അറിഞ്ഞു എന്ന് എനിക്ക് ചെറിയ സംശയമുണ്ട്. നയനയ്ക്കും നവ്യയ്ക്കും ഒക്കെ ഈ സംഭവങ്ങൾ അറിയാമായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ വല്യമ്മയോട് അവൾ ഈ കാര്യങ്ങൾ പറഞ്ഞു എന്ന് എനിക്കൊരു സംശയമുണ്ട്. അന്ന് നവ്യയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ കൊല്ലാനായിട്ട് ഞാനും അമ്മയും കൂടെ പാലിൽ വിഷം ചേർത്ത് വെച്ച കാര്യമേ,
നയന വല്യമ്മയോട് പറഞ്ഞോന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും അവർക്കിപ്പോൾ എന്നോട് ഇത്ര വെറുപ്പും ദേഷ്യവും. അപ്പോൾ രേവതി പറയുന്നുണ്ട്, ദൈവമേ, അത് അവരെങ്ങാനും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളെ ഒന്നും വെച്ചേക്കത്തില്ല. അങ്ങനെ വരാൻ ചാൻസ് ഒന്നും ഇല്ല മോളെ, അവരൊന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല. ഇന്ന് വന്നപ്പോഴാണെങ്കിലും ദേവാനി എന്നോട് നന്നായിട്ട് തന്നെയാണ് പെരുമാറിയത്. എൻ്റെ അമ്മേ, അവരെങ്ങാനും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ, നന്ദുവിനെ എങ്ങാനും അന്വേഷണം ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, അവൾ മുഖം നോക്കാതെ നമ്മളെല്ലാവരെയും പിടിച്ച് അകത്തിടും. അതിലൊരു സംശയം വേണ്ട എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അതിനു മുമ്പ് സകലതും എവിടുന്ന് അടിച്ചു മാറ്റണം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. വേണുവാണെങ്കിലും പറയുന്നുണ്ട്, അനി അവൻ എവിടെയെങ്കിലും പോയി തൊലഞ്ഞോട്ടെ, നമുക്കതൊന്നും കൊണ്ടൊരു കുഴപ്പമില്ല. അവൻ എവിടെ പോയി ചത്താലും നമുക്ക് പ്രശ്നമൊന്നും ഇല്ലല്ലോ മോളെ. ഇന്നല്ലെങ്കിൽ നാളെ അവനെ ഉപേക്ഷിച്ച് ഞാൻ എന്തായാലും ഇവിടുന്ന് ഇറങ്ങുവച്ചാ. പിന്നെ എനിക്ക് ചെറിയൊരു വിഷമമുള്ള എന്നാന്ന് വെച്ചാൽ, എൻ്റെ സ്ഥാനത്തേക്ക് ആ മൊട്ടച്ച് കയറി വരാൻ പാടില്ലല്ലോ. അവളും അവനും കൂടെ സുഖിച്ച് സന്തോഷത്തോടെ ജീവിക്കുന്നത് എനിക്ക് കാണാൻ വയ്യ. അതുകൊണ്ട് അവൻ ഒരിക്കലും തിരിച്ചു വരല്ലേ എന്ന് തന്നെ ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. ഞാൻ അവനെ ഉപേക്ഷിച്ച് പോയാലും ശരി, എന്നാലും അവനും നന്ദുവും കൂടെ സന്തോഷത്തോടെ ജീവിക്കാൻ പാടില്ല. അവരൊന്നിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഏതറ്റം വരെയും പോകും, എന്തും ചെയ്യും എന്നൊക്കെ ഇങ്ങനെ അനാമിക പറയുന്നുണ്ട്. അപ്പോൾ വേണു രേവതിയൊക്കെ ആണെങ്കിലും പറയുന്നുണ്ട്, മോളെ അതൊക്കെ നീ വിട്ടേരെ, നമ്മുടെ ലക്ഷ്യം അനന്തപുരിയിലെ സ്വത്തും മുതലും തന്നെയാണ്. നമുക്കതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവരെന്ത് ചെയ്താലും നമുക്ക് വിഷയമൊന്നും ഇല്ലല്ലോ മോളെ. പിന്നെ എന്ത് ചെയ്താലും നോക്കിയും കണ്ടും വേണം ചെയ്യാൻ, അല്ലെങ്കിൽ പിന്നെ അറിയാമല്ലോ, അവളിപ്പം ഒരു SI ആണ്. എന്തെങ്കിലും ചെറിയൊരു ക്ലൂ കിട്ടിയാൽ പോലും അവൾ നമ്മളെല്ലാം പിടിച്ച് അകത്തിടും. അതൊക്കെ മോൾക്ക് അറിയാമല്ലോ, അതൊക്കെ മോള് നോക്കിയും കണ്ടും വേണം ചെയ്യാൻ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. ഇതൊക്കെ കേട്ടോണ്ട് ജാനകി നിൽക്കുമ്പോഴേക്കും ജാനകി ഇതൊന്നും സഹിക്കാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ പാലിൽ വിഷം ചേർത്ത് വെച്ച കാര്യങ്ങളും അനാമികയും അവളുടെ വീട്ടുകാരും കൂടെ ചെയ്ത ക്രൂരതകളെല്ലാം അവൾ വിളിച്ച് പറയുന്നുമുണ്ട്. അതുപോലെ തന്നെ സ്വന്തം മകനെ ഇല്ലാതാക്കണം എന്ന് വരെ പറയുന്ന കാര്യങ്ങളൊക്കെ കൂടെ ജാനകി കേൾക്കുകയാണ്. അനി ഇനി ഒരിക്കലും തിരിച്ചു വരരുത് എന്നൊക്കെയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നതെന്നൊക്കെ അനാമിക പറയുന്നത് കേൾക്കുമ്പോഴേക്കും ജാനകി ആകെ തകർന്നു പോവുകയാണ്. ഇതൊന്നും കേട്ട് സഹിക്കാൻ വയ്യാതെ ജാനകി അങ്ങനെ പെട്ടെന്ന് അവിടെ നിന്ന് മാറുകയാണ്. എന്നിട്ട് മുറിയിൽ പോയിരുന്നിട്ട് വിഷമിച്ചിരുന്ന് കരയുകയാണ്. മോനെ അനി, നിന്നെ എനിക്ക് ഇപ്പോഴാണ് മോനെ മനസ്സിലായത്. മോനെ അനി, നീ എവിടെയാ മോനെ? നീ എന്തിനിങ്ങനെ മാറി നിൽക്കുന്നത്? നിന്നെ ഇത്ര നാളും എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ലല്ലോ മോനെ. നിന്റെ ഭാഗത്താണ് ശരിയെന്ന് ഞാൻ മനസ്സിലാക്കിയില്ലല്ലോ മോനെ. അമ്മയോട് നീ ക്ഷമിക്കും മോനെ. എവിടെയാണെങ്കിലും നീ എത്രയും പെട്ടെന്ന് തിരിച്ചു വാ മോനെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് കരയുകയാണ്. അനാമികയുടെ ശരിക്കുള്ള സ്വഭാവം ഇപ്പോഴാണ് മോനെ എനിക്ക് മനസ്സിലായത്. ഇനി നിന്നെ ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല. ഈ അനാമികയും അവളുടെ വീട്ടുകാരും പക്ക ഫ്രോഡാണെന്ന് ഇപ്പം എനിക്ക് മനസ്സിലായി മോനെ. എല്ലാം എനിക്കിപ്പോഴാണ് മോനെ മനസ്സിലായത്. ഇനി ഒരിക്കലും അനാമികയുടെ കൂടെ ജീവിക്കണമെന്ന് അമ്മ ഇനി മോനോട് പറയില്ല. അവളുടെ എല്ലാ കള്ളത്തരങ്ങളും എനിക്ക് മനസ്സിലായി. അവൾ നിനക്ക് ചേർന്ന പെണ്ണല്ലെന്ന് എനിക്ക് മനസ്സിലായി. ആ സമയത്ത് അജയനാണെങ്കിലും അങ്ങോട്ടേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ ജാനകി, എന്താ പറ്റിയത്, നീ എന്തിനെങ്ങനെ നടന്ന് കരയുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. നമ്മുടെ മോൻ എന്തായാലും തിരിച്ചു വരും. പോലീസുകാരൊക്കെ നല്ല ഊർജിതമായിട്ട് തന്നെ അന്വേഷിക്കുന്നുണ്ട്. അല്ലാതെ നമ്മുടെ മോൻ അങ്ങനെ ചെയ്യുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. എല്ലാവരും കൂടെ അവനെ ഇങ്ങനെയിട്ട് വിഷമിപ്പിച്ചുകൊണ്ട് അവൻ എവിടെയെങ്കിലും മാറി നിൽക്കുന്നതായിരിക്കും. ആ നന്ദുവിൻ്റെ പേരും പറഞ്ഞ് അവനെ എല്ലാവരും കുറ്റപ്പെടുത്തുകയല്ലായിരുന്നോ? അവനെ എല്ലാവരും തള്ളി പറയുകയല്ലായിരുന്നോ? അവൻ എന്ത് പറഞ്ഞാലും ആരും അത് വകവയ്ക്കുന്നില്ലായിരുന്നല്ലോ. അതിൻ്റെയൊക്കെ ഒരു വിഷമം കൊണ്ട് അവൻ മാറി നിൽക്കുന്നതായിരിക്കും. എന്തായാലും അവൻ ഉറപ്പായിട്ടും തിരിച്ചു വരും എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ജാനകിയും പറയുന്നുണ്ട്, അതേ അജയേട്ടാ, അവൻ എന്തായാലും തിരിച്ചു വരും. എൻ്റെ മോനെ മനസ്സിലാക്കാൻ ഞാൻ ഒരുപാട് വൈകിപ്പോയി. അതുപോലെ തന്നെ ആ താടകയുടെ സ്വഭാവം മനസ്സിലാക്കാനും ഞാൻ വൈകിപ്പോയി അജയേട്ടാ. ഇപ്പോഴാണ് അനാമികയുടെയും അവളുടെ അച്ഛൻ്റെ അമ്മയുടെയൊക്കെ സ്വഭാവം എനിക്ക് ശരിക്കും മനസ്സിലായത്. എല്ലാ കള്ളത്തരങ്ങളും ചെയ്തു കൂട്ടിയത് അവരാണെന്ന് ഞാൻ ഇപ്പോഴാണ് അജയേട്ടാ മനസ്സിലാക്കിയെന്നൊക്കെയുള്ള രീതിയിൽ പറഞ്ഞ് നമ്മുടെ ജാനകി അങ്ങ് കരയുകയാണ്. അതിനുള്ളതൊക്കെ എനിക്ക് കിട്ടി അജയേട്ടാ. അനാമികയെ കൂടെ നിർത്തി എൻ്റെ മോനെ കുറ്റം പറഞ്ഞപ്പോഴേക്കും എനിക്ക് എൻ്റെ മോനെയാണല്ലോ നഷ്ടം എന്നൊക്കെ ഓർത്തിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ജാനകിയാണെങ്കിലും നയനയുടെ അടുത്ത് പോയിട്ട് ആകെ സങ്കടപ്പെട്ട് പറയുകയാണ്, മോളെ നയനെ, എൻ്റെ മോനെ ഞാൻ ഒരുപാട് കുറ്റപ്പെടുത്തി. നന്ദുവിൻ്റെ പേര് പറഞ്ഞ് അവനെ ഞാൻ ഒരുപാട് ആക്ഷേപിച്ചു. എന്നാൽ ശരിക്കുമുള്ള കള്ളത്തരങ്ങളെല്ലാം കാണിച്ചത് അനാമികയും അനാമികയുടെ വീട്ടുകാരുമായിരുന്നു. അത് ഞാൻ മനസ്സിലാക്കാൻ ഒരുപാട് വൈകിപ്പോയി. ഇന്ന് എനിക്ക് എൻ്റെ മോനെ തന്നെ നഷ്ടമാകുമോയെന്ന പേടി. മോളെ, നീ എന്നെ സഹായിക്കണം. എങ്ങനെയെങ്കിലും അനി എവിടെയുണ്ടെന്നുള്ളത് കണ്ടുപിടിക്കണം. ഇനി ഒരിക്കലും അവനെ ഞാൻ അനാമികയുടെ കൂടെ ജീവിക്കാൻ നിർബന്ധിക്കില്ല. അനാമികയുടെ ശരിക്കുള്ള സ്വഭാവം എനിക്ക് മനസ്സിലായി. എനിക്ക് എൻ്റെ മോനെ കിട്ടണം മോളെ. എങ്ങനെയെങ്കിലും അവനെ നിങ്ങൾ വീട്ടിലോട്ട് കൊണ്ടുവരണം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അതുപോലെ തന്നെ പറയുന്നുണ്ട്, ഈ ഇളയമ്മയ്ക്ക് നീ മാപ്പ് തരണം മോളെ. നിന്നോട് ഞാൻ ഒരുപാട് ക്രൂരതകൾ ചെയ്തു പോയി. നിന്നെയും നിൻ്റെ വീട്ടുകാരെയും ഞാൻ ഒരുപാട് കുറ്റപ്പെടുത്തി സംസാരിച്ചിട്ടുണ്ട്. അതൊക്കെ ഈ അനാമികയും ജലജയൊക്കെ പറഞ്ഞു തന്ന കേട്ടിട്ടാണ്. അപ്പോൾ അതിനാണെങ്കിലും പറയുന്നുണ്ട്, സാരമില്ല ഇളയമ്മേ, പോട്ടെ, അനി എന്തായാലും തിരിച്ചു വരും. അനിക്ക് ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. അനി എന്തായാലും വരും എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ ചാനലിലൂടെ